വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ? പതിപോലെ ഇന്നും വന്നു ഫുഡൊക്കെ കഴിച്ചോ എന്നൊക്കെ അന്വേഷിക്കാൻ. അങ്ങനെ വേണ്ടേ അല്ലേ? എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ എന്നൊക്കെ നമ്മൾ അറിയണ്ടേ. ഞാൻ അധികം ഫുഡ് കഴിച്ചു, അത്രയും കഴിക്കണ്ടായിരുന്നെന്ന് ഇപ്പോൾ തോന്നുന്നു. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഫാറ്റി ലിവറുള്ള ആളാണ്, അത്യാവശ്യം വണ്ണമുള്ള ആളാണ്. അപ്പോൾ എനിക്ക് ഫുഡിനകത്തൊക്കെ ഒരുപാട് നിയന്ത്രണമൊക്കെ ഉള്ളതാണ്. പക്ഷേ ഫുഡ് കണ്ടു കഴിയുമ്പോൾ ഞാനതങ്ങ് മറന്നു പോകും. പക്ഷേ നൈറ്റ് 7 മണിക്ക് മുമ്പ് നമ്മൾ ഫുഡൊക്കെ കഴിക്കണം കേട്ടോ എല്ലാവരും. 7 മണിക്ക് ശേഷം നമ്മൾ വയറ് നിറഞ്ഞ് ഫുഡൊന്നും കഴിക്കിച്ചുകൂടാ, അങ്ങനെ കഴിക്കരുത്. നമുക്ക് ഹെൽത്തിന് അത്ര നല്ലതല്ല. കാരണം ഫുഡ് കഴിച്ച് കഴിഞ്ഞ് നമ്മൾ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല, കയറി കിടക്കുകയല്ലേ ചെയ്യുന്നത്. അങ്ങനെയല്ല, ഫുഡ് ഒരു 7 മണിക്ക് മുമ്പ് എല്ലാവരും കഴിക്കാൻ ശ്രമിക്കണം. വയറ് ഒരു പകുതി വയറേ കഴിക്കാവുള്ളൂ, ഫുള്ള് കഴിച്ച് നിറച്ച് അങ്ങനെ ആവരുത്. എല്ലാവരും എക്സസൈസൊക്കെ നല്ലപോലെ ചെയ്യണം. നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസൊക്കെ നമുക്കൊരുപാട് കൂടുന്ന കാലഘട്ടമാണ്. ഇന്ന് ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഒന്നും ഇല്ലാത്ത ആരും ഇല്ല. അപ്പോൾ നന്നായിട്ട് എക്സസൈസൊക്കെ എല്ലാവരും ചെയ്യണം. ഇനി എക്സസൈസ് ചെയ്യാൻ മേലാത്ത പ്രായമുള്ള ആൾക്കാരൊക്കെയാണ് മുട്ടിന് വേദന എന്നൊക്കെ പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ കുറച്ച് ദൂരമെങ്കിലും ഒരു 15 മിനിറ്റെങ്കിലും കുറഞ്ഞത് നടക്കണം. നല്ല ഹെൽത്തി ഫുഡൊക്കെ കഴിക്കണം. ഒരുപാട് മധുരമുള്ള ഭക്ഷണ സാധനങ്ങളൊക്കെ ഒഴിവാക്കണം. ഇതൊക്കെ ഞാൻ പറയുന്നത് കേൾക്കുമ്പോൾ എൻ്റെ കൂടെയുള്ളവർ ചോദിക്കും, കേട്ടിട്ടുണ്ട്, ആരോടാ പറയാന്ന്. ഇതൊക്കെ അറിയാമെങ്കിലും ഇടയ്ക്കൊക്കെ മധുരത്തിനോടുള്ള കൊതിയൊക്കെ കാരണം നമ്മൾ കഴിച്ചൊക്കെ പോവും. നോക്കാം അല്ലേ. ഇപ്പോൾ നമുക്ക് നല്ല ഡയറ്റീഷ്യനുണ്ട്. അപ്പോൾ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ആർക്കെങ്കിലും ഒക്കെ അറിയണം എന്നുണ്ടെങ്കിൽ നമ്മുടെ NCD ക്ലിനിക്കിൽ വന്നാൽ നമ്മുടെ ഡയറ്റീഷ്യൻ അവിടെ ഉണ്ട്. അവരോട് ചോദിച്ചാൽ ആ ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവർ കൃത്യമായ നിർദ്ദേശങ്ങൾ തന്ന് എന്തൊക്കെ ഫുഡ് കഴിക്കാം, എന്തൊക്കെ ഒഴിവാക്കാം, എങ്ങനെയൊക്കെ ഫുഡ് കഴിക്കാം, എങ്ങനെയുള്ളതിനെക്കുറിച്ചൊക്കെ നന്നായിട്ട് പറഞ്ഞു തരും. ആർക്കെങ്കിലും ഒരു ഡയറ്റീഷ്യൻ്റെ സേവനം വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റൽ, ജനറൽ ഹോസ്പിറ്റൽ കാഞ്ഞിരപ്പള്ളിയിൽ നമുക്കുണ്ട് കേട്ടോ. അപ്പം എല്ലാവരും നന്നായിട്ട് ആരോഗ്യമൊക്കെ സംരക്ഷിക്കുക. നമ്മുടെ കാര്യം നമ്മൾ വേണ്ടേ നോക്കാൻ. ഡോക്ടേഴ്സ് തരുന്ന മെഡിസിൻസൊക്കെ കൃത്യമായി കഴിക്കുക. അപ്പോൾ അങ്ങനെ ഒരു ചെറിയ ടിപ്പ് ചെറുതായിട്ടൊന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ നാളെ നമ്മുടെ ജനറൽ ഹോസ്പിറ്റൽ ഡോക്ടേഴ്സ് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ, നാളെ ഓർത്തോയുടെ ഡോക്ടറുണ്ട്, ഫിസിഷ്യൻ ഡോക്ടേഴ്സുണ്ട്, സർജൻ ഡോക്ടറുണ്ട്, സ്കിന്നിൻ്റെ ഡോക്ടറുണ്ട്, പീഡിയാട്രിഷ്യനുണ്ട്, ഗൈനക്കോളജിയുടെ ഡോക്ടറുണ്ട്, പിന്നെ കണ്ണിൻ്റെ ഡോക്ടറുണ്ട്. ENTയുടെ ഡോക്ടർ ജനറൽ OPയിലായിരിക്കും കേട്ടോ. പിന്നെ കുറച്ച് പേര് ചോദിച്ചു ഏതൊക്കെ ഡോക്ടേഴ്സാണ് ഏതൊക്കെ ദിവസങ്ങളിലാണ് കേസിന് തിയേറ്ററിലേക്ക് കയറുക എന്ന്. അപ്പം തിങ്കളും ചൊവ്വയും, എല്ലാ ആഴ്ചയിലും തിങ്കളും ചൊവ്വയും നമ്മുടെ ഓർത്തോയുടെ ഡോക്ടേഴ്സ് തിയേറ്ററിലായിരിക്കും. ചൊവ്വയും വ്യാഴവും ഗൈനക്കോളജി സർജറി ഡേ ആണ്. വെള്ളിയും സർജൻ്റെ തിയേറ്റർ ഡേ ആണ്. പിന്നെ വെള്ളിയാഴ്ച ENT ഡോക്ടേഴ്സിൻ്റെ ഡേ ആണ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. എല്ലാവരും ആരോഗ്യത്തോടെയൊക്കെ ഇരിക്കുക. എല്ലാവരും സുഖമായിട്ട് കിടന്നു പോയി കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.